നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ ചരിത്രമുറങ്ങുന്ന ഇച്ചിലങ്കോട് മാലിക് ദിനാർ പള്ളിയിൽ 1300 വർഷം പഴക്കമുള്ള നേലക്കയർ കൗതുകമാകുന്നു. ഇച്ചിലങ്കോട് മാലിക് ദിനാർ പള്ളിയോട് ചേർന്നുള്ള ദർഗക്കകത്തെ നേലക്കയറിനെ അത്ഭുതത്തോടെയാണ് വിശ്വാസികളും നാട്ടുകാരും കാണുന്നത്. നേലക്കയറിന് 1300 വർഷത്തെ പഴക്കമുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇത് സാധൂകരിക്കുന്ന വ്യക്തമായ തെളിവുകൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനാകും. കയറിന്റെ മധ്യഭാഗത്ത് ഗോളാകൃതിയിലുള്ള പിച്ചള ലോഹത്തിൽ അറബി ഭാഷയിലായി വർഷം കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം. ഹിജ്റ 139 റബീഉൽ അവ്വൽ 26-ന് ഒരു ജുമുഅ ദിവസം അബൂബക്കർ എന്നയാൾ ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിനാണ് നേലക്കയർ പള്ളിക്ക് നൽകിയത്. പിന്നീടിങ്ങോട്ട് ഇത് സത്യത്തിന്റെ അടയാളമായാണ് വിശ്വാസികൾ കാണുന്നത്. കളവോ മറ്റോ നടന്നാൽ നേലക്കയർ പിടിച്ച് സത്യം ചെയ്യൽ പഴയകാലം തൊട്ടേയുള്ള പതിവായിരുന്നു. ഇപ്രകാരം നിരവധി സത്യങ്ങൾ പുലർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അറേബ്യയിൽ നിന്നും ഇസ്ലാം പ്രചാരണവുമായി കേരളത്തിലെത്തിയവരിൽ ഒരു സംഘം ഷിറിയ പുഴ വഴി ഇച്ചിലങ്കോട് എത്തിയാണ് ഇവിടെ പള്ളി നിർമ്മിക്കുന്നത്. സംഘത്തിലെ പ്രധാനി റാഫി ഇബ്നു ഹബീബ് മാലിക് ദിനാറും 6 അനുചരന്മാരുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഇച്ചിലങ്കോട് മഖാമും പള്ളിയും സന്ദർശിക്കാൻ ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. മസ്ജിദ് ടൂറിസം പട്ടികയിൽ ഇടം നേടാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. പ്രകൃതി രമണീയത കൊണ്ട് സമ്പന്നമായ ഷിറിയ പുഴയുടെ ഓരം ചേർന്ന് വശ്യസുന്ദരമാണ് ഇച്ചിലങ്കോട് ഗ്രാമം. ഫലം കായ്ച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് കേരവൃക്ഷങ്ങൾക്കിടെ തലയെടുപ്പോടെയുള്ള ഇച്ചിലങ്കോട് പള്ളിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. സ്റ്റോറി ഡെസ്ക്, റൈറ്റ് മീഡിയ.